ഹലോ, ഒന്ന് നിൽക്കണേ, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാന്നേ. പാചകവും വാചകവും കൂടി ആകുമ്പോൾ പണി എളുപ്പം തീർന്നാലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണേ. എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു സാധനമായിരുന്നു ഈ ദോശ. പക്ഷേ കല്യാണത്തിന് ശേഷം എന്നും ഉണ്ടാക്കി എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ട്. ഞാൻ കല്യാണത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും പാചകം പഠിച്ചത്. കാരണം ഡിപ്പെൻഡ് ചെയ്യാൻ ആരും ഇല്ലാത്തപ്പോഴല്ലേ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലാണ് ഞാനും പാചകം പഠിച്ചത്. അപ്പോൾ അന്നത്തേക്ക് മിക്ക ദിവസങ്ങളിലെയും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയായിരുന്നു. കാരണം ഉണ്ടാക്കാനും എളുപ്പമാണ്, പണിയും എളുപ്പം തീരും. അങ്ങനെ ഡെയിലി ഉണ്ടാക്കിയും കഴിച്ചും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും മിക്ക ദിവസങ്ങളിലുമൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ദാ ഈ കിഴങ്ങ് കറി, ചുവന്ന കളറിലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കിഴങ്ങ് കറി, ഇതൊരു ഓർമ്മ രുചി കൂടിയാണ്. എല്ലാവർക്കും ഉണ്ടാവില്ല, എത്ര നാൾ കഴിഞ്ഞാലും നാവിൻ തുമ്പിൽ നിന്നും മാറാതെ നിൽക്കുന്ന കുറച്ച് രുചികൾ. അങ്ങനൊരു കറിയാണ് ഈ കിഴങ്ങ് കറി. കാരണം പണ്ടൊക്കെ അമ്മ ജോലിക്ക് പോകുമ്പോൾ രാവിലെ ഈ കിഴങ്ങ് കറിയും റേഷനരി ചോറും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. നമ്മൾ സ്കൂൾ വിട്ട് എല്ലാവരും നല്ല വിശന്നായിരിക്കും വരുന്നത്. വിശന്ന് വരുമ്പോൾ ഈ കിഴങ്ങ് കറിയും ആ ചോറും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് നാവിൻ തുമ്പിൽ, അത് മാറാതെ നിൽപ്പുണ്ട്. അന്നൊക്കെ അത്യാവശ്യം നല്ലൊരു ലോ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് റേഷനരിയും കിഴങ്ങ് കറിയും അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് റേഷനരി മാറി 7 സ്റ്റാർ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അന്നത്തെ ആ രുചിയൊന്നും നാവിൻ തുമ്പിൽ നിന്നും ഓർമ്മയൊന്നും പോയിട്ടില്ല. പാചകത്തിനിടയിലെ വാചകം കാരണം കറിയിൽ 2 സാധനം ഇടാൻ മറന്നുപോയേ. അതെന്താണെന്ന് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും, കൂടെ നിങ്ങളുടെ സ്ഥലവും. അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാലോ. അപ്പോൾ വേറൊരു പാചകവും വാചകവുമായിട്ട് കാണുന്നവരെ ബായ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യേ.